ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ AJ വ്ലോഗ്സ്. ഒരു ചെറിയ ഹാപ്പിനെസ്സിലേക്കാണ് എന്റെ യാത്ര. നിങ്ങൾ എന്റെ കൂടെ കൂടുന്നോ? ഞാൻ എവിടെയാ പോകുന്നേ, എന്തിനാ പോകുന്നൊക്കെ വഴിയാ പറയാം. അപ്പൊ അങ്ങനെ നമുക്ക് യാത്ര ആരംഭിച്ചാലോ? അധികം തിരക്കില്ലാത്ത KSRTC, സൈഡ് സീറ്റ്, പറ്റിയ ഒറ്റയ്ക്കുള്ള സീറ്റ്, പിന്നെ നമ്മുടെ സ്വന്തം ഫേവറേറ്റ് പ്ലേലിസ്റ്റും കൂടിയായ ആഹാ, അപ്പൊ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. അപ്പൊ ഇതാണ് നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ, ഓഡേഞ്ച്. സംഭവം നിങ്ങൾക്ക് എത്തിയില്ലേ? നമ്മൾ കലോത്സവം കാണാൻ വന്നിരിക്കുകയാണ്, 64ാമത്തെ സ്കൂൾ കലോത്സവം. നീ എന്തിനാ എത്ര എക്സൈറ്റഡ് ആണെന്ന് ചോദിച്ചാ, ഞാൻ ആദ്യമായിട്ടാണ് കലോത്സവം കാണുന്നത്, എന്നോടൊന്നും തോന്നില്ലേ. അങ്ങനെ നമ്മൾ നേരെ വിട്ടത് 4ാമത്തെ സ്റ്റേജിലേക്കാണ്. എന്താ ടൈമിങ്! ഞാൻ പോയ ഉടനെ അവിടെ പഞ്ചാരി മേളമാണ് സ്റ്റാർട്ട് ചെയ്തത്, എന്റെ ഫേവറേറ്റ്. അവിടെ അങ്ങനെ കേട്ടിരുന്നു, പിള്ളേരൊക്കെ തകർക്കല്ലേ ചെണ്ടയിൽ. ഒരു മേളം കേട്ടിട്ട് ചുമ്മാ ഒന്ന് വേദി ഒന്നിലേക്ക് പോയി നോക്കി, അവിടെ കുഞ്ഞു മക്കളുടെ ഒപ്പനയായിരുന്നു. അവരുടെ കുഞ്ഞു വയസ്സൊന്ന് ഒപ്പനപ്പാട്ട് കേൾക്കാൻ എന്ത് സുഖമായിരുന്നറിയോ. പിന്നെ കളിക്കുന്നത് പറയ വേണ്ട, എനർജി അറ്റ് പീക്ക്. അത്ര അടിപൊളിയായിട്ടാണ് അവർ കളിക്കുന്നത്. ഇതിൽ നിന്നൊരാളെ സെലക്ട് ചെയ്യാൻ ജഡ്ജസ് ഓർജ പാടുപെട്ടു. ബാക്ക് ടു സ്റ്റേജ് 4. 2 ചെണ്ടയും കൊമ്പും കുറുങ്കുഴലും 2 ഇലത്താളം ഒരു വലന്തലയായിട്ട് മേളം തകൃതിയായി നടന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ പഞ്ചവാദ്യം അരങ്ങേറി. പഞ്ചവാദ്യം ഒരു രക്ഷയില്ല. ഇതിൽ ആർക്ക് ജഡ്ജസ് ഫസ്റ്റ് കൊടുക്കും? അതോട്ടെ, അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ച് തലമുണ്ടാക്കേണ്ട ആവശ്യമില്ല. ഗുരുജിയുടെ ചോദ്യം ഇന്നാ പിടിച്ചോ, പഞ്ചവാദ്യത്തിലെ 5 വാദ്യങ്ങൾ ഏതൊക്കെയാണ്? ഇതിന് MCQ ഒന്നല്ല, അറിയുന്നവര് താഴെ കമന്റ് ചെയ്യാം. സ്റ്റേജ് 4 മാത്രം അടുത്തടുത്തുള്ളതുകൊണ്ട് ഞാൻ അവിടേക്കേ പോയുള്ളൂ. ബാക്കി സ്റ്റേജിലൊക്കെ കുറെ നടക്കാനുണ്ട്. മടിയുണ്ടൊന്നുമല്ല കേട്ടോ, ചെറിയൊരു വിമ്മിഷ്ടം. അതൊക്കെ പോട്ടെ. ഇതാണ് അവിടുത്തെ കുട്ടികളുടെ കലാവാസനകൾ. എന്ത് രസമായിരുന്നറിയോ ഇതൊക്കെ കാണാൻ. വരയിലുണ്ട് അവരുടെ എഫേർട്സ്. ഇതാണ് ഗായ്സ്, ഇതിനു വേണ്ടിയാണ് ഗായ്സ് ഇത്രയും ദിവസം നീണ്ടു നിന്ന കഠിനമായ മത്സരങ്ങൾ അരങ്ങേറിയത്. എത്ര ഭംഗിയായിട്ട് സംഘാടകർ ഒരുക്കി വെച്ചത് നോക്ക്. ഏറ്റവും തലപ്പത്ത് ദ ചാമ്പ്യൻഷിപ്പ് ട്രോഫി. ഇതാണ് കോടത്ത് സ്കൂളിന്റെ ഒരു നൈറ്റ് വ്യൂ. കിടു പൊളി. പിന്നെ നമ്മളൊരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ ഉടനെ സ്റ്റേജ് 1 HS വിഭാഗം സംഘനൃത്തായിരുന്നു. ഓരോ സംഘനൃത്തവും ഓരോ കഥകൾ പറയുന്നതാണല്ലോ. ഞാൻ ഭയങ്കര ക്യൂരിയസോടാണ് എല്ലാം കണ്ടുന്നത്. കാരണം ഓരോ സംഘനൃത്തം ഞാൻ അറിയാത്ത പല കഥകളും എനിക്ക് പറഞ്ഞു. ആദ്യം കണ്ട സംഘനൃത്തം തെയ്യത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന് അവരുടെ കോസ്റ്റ്യൂം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ നൃത്തമാണെങ്കിൽ ശനി ഭഗവാനെ പറ്റിയിട്ടായിരുന്നു. സ്വന്തം അമ്മയെ ശപിച്ച ശനി ഭഗവാൻ. അങ്ങനെയാണ് എന്റെ ഒരു ഓർമ്മ. ചോറ് വിളമ്പം ലേറ്റ് ആയിനാണ് ശനി ഭഗവാൻ സ്വന്തം അമ്മയെ ശപിച്ചത്. എന്താ അവസ്ഥയല്ലേ. ഈ കഥകളൊക്കെ ഞാൻ അറിയുന്നത് ഈ ഡാൻസിലൂടെയാണ്. ഈ ഡാൻസ് പറഞ്ഞത് സൂര്യഭഗവാനെ പറ്റിയിട്ടാണ്. കൗമാരത്തിൽ തന്നെ സൂര്യഭഗവാനിൽ ആകൃഷ്ടയായി ഗർഭം ധരിച്ച കുഞ്ഞിനെ എന്ത് ചെയ്യണമെന്നറിയാതെ പുഴയിൽ ഒഴുക്കിവിട്ട കുന്തിദേവിയെ പറ്റിയും ഈ പാട്ടിൽ പരാമർശിക്കുന്നുണ്ട്. നല്ല രസമാണ് ഇത് കണ്ടിരിക്കാൻ. അവസാനം കളിച്ച ഈ സംഘനൃത്തത്തിനാണ് ഫസ്റ്റ് കിട്ടിയെന്നാണ് എന്റെ ഒരു ഓർമ്മ. പക്ഷെ എനിക്ക് മനസ്സിലായത് ഇത് മഹർഷീനെ പറ്റിയാണ് കഥ പറഞ്ഞത്. അല്ലെങ്കിൽ എന്നാലും തല്ലരുതിട്ടോ, എനിക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതിനിടയ്ക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു, രാത്രി ഫുഡ് കഴിച്ചു. പക്ഷേ ഇതൊന്നും ഞാൻ വ്ളോഗ് എടുത്തില്ല. എന്തുണ്ടെന്നറിയോ, എനിക്ക് വ്ളോഗിങ് ശീലമില്ലാത്തതുകൊണ്ടാണ്. അല്ല, കുറച്ച് കഴിഞ്ഞാൽ ശരിയായിക്കോളും. നിങ്ങൾ തൽക്കാലത്തേക്ക് ഇത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ ശരി, ഇന്നത്തേക്ക് എത്രയുള്ളൂ. ശരി, ബൈ ഫ്രണ്ട്സ്.